24 ബ്രേക്കിംഗ് സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങളിൽ തെളിവ് പുറത്തുവിട്ട് സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ. പാർട്ട്ണർ എന്ന നിലയിൽ ഷോയുടെ ഭാഗമാകാൻ 25 ലക്ഷം രൂപ നിജുരാജ് വാഗ്ദാനം ചെയ്തു. ആകെ നൽകിയത് 5 ലക്ഷം രൂപയാണ്. അത് ഭീഷണിപ്പെടുത്തി തിരികെ വാങ്ങിയെന്നും ഷാൻ റഹ്മാൻ പറഞ്ഞു. നിഖിൽ പ്രമേഷ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, ഇതൊരു വലിയ വിവാദമായൊക്കെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഷാന്റെ വിശദീകരണം എങ്ങനെയാണ്? അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ശ്രീജിത്ത്, ഷാൻ റഹ്മാന്റെ ഉയരെ എന്ന സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഈ വലിയ വിവാദങ്ങൾ ഉണ്ടായത്. ഇതിന് പിന്നാലെ ഏതാണ്ട് 38 ലക്ഷം രൂപയോളം ഷാൻ റഹ്മാൻ തന്നെ കബളിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് നിജുരാജ് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഈ പരിപാടി ഷോയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ചയായി. അതായത് അവിടെ ഡ്രോൺ പറത്തി, അനധികൃതമായി ഡ്രോൺ പറത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ രംഗത്തെത്തുകയും ഷാൻ റഹ്മാനെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം അദ്ദേഹത്തെ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, ഇക്കാര്യത്തിൽ തുറന്നു പറച്ചിൽ നടത്താൻ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്, പക്ഷെ ഇപ്പോഴത് പറയാൻ കഴിയില്ല, പോലീസിന് മുന്നിലടക്കം മൊഴി നൽകേണ്ടതുണ്ട്, അതിനുശേഷം മാത്രമേ കൃത്യമായ വിവരങ്ങൾ വ്യക്തമാക്കാൻ കഴിയൂ എന്നായിരുന്നു ഷാൻ റഹ്മാൻ അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് പോലീസിൽ മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചില ഡിജിറ്റൽ തെളിവുകളടക്കം അദ്ദേഹം പുറത്തുവിടുകയാണ്. അതിൽ നിന്ന് വ്യക്തമാക്കുന്നു, നിജുരാജ് എന്ന് പറയുന്നയാൾ ഈ പരിപാടിയുടെ പാർട്ട്ണർ ആയിരുന്നു. അതായത് ഷാൻ റഹ്മാന്റെ കമ്പനിക്കൊപ്പം തന്നെ നിജുരാജിന്റെ കമ്പനിയും ഈ പരിപാടിയിൽ അസോസിയേറ്റ് ചെയ്തിരുന്നു. അത് അവരിപ്പോൾ ഷാൻ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുള്ള തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളിൽ അത് വ്യക്തമാണ്. അതായത് ഈ പരിപാടിയുടേതായി പുറത്തു വന്നിട്ടുള്ള പോസ്റ്ററുകളിലെല്ലാം തന്നെ ഈ നിജുരാജിന്റെ കമ്പനിയുടെ പേര് അത് വളരെ വ്യക്തമാണ്. അറോറ എന്നുള്ള അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേര് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാറിൽ ഏർപ്പെടേണ്ടേ എന്ന കാര്യം ചോദിക്കുമ്പോൾ അതിനോട് നിരന്തരം നിജുരാജ് വിസമ്മതിക്കുന്നതിന്റെ കാര്യങ്ങളും അതിന്റെ തെളിവുകൾ, വാട്സാപ്പ് ചാറ്റുകളടക്കം ഷാൻ റഹ്മാൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. 25 ലക്ഷം രൂപ ഈ പരിപാടിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് ആദ്യഘട്ടത്തിൽ നിജുരാജ് അറിയിച്ചിരുന്നത്. എന്നാൽ കേവലം നൽകിയത് 5 ലക്ഷം രൂപ മാത്രമാണെന്നും ഈ പരിപാടിക്ക് ശേഷം തന്റെ ഭാര്യയെ അടക്കം ബന്ധപ്പെട്ട് നിരന്തരം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ആ 5 ലക്ഷം രൂപ മടക്കി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ തെളിവടക്കം ഷാൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഏറെ പഴി കേൾക്കേണ്ടി വന്നൊരു സംഗീത സംവിധായകനാണ് ഷാൻ റഹ്മാൻ. എന്നാൽ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ അത് പൂർണ്ണമായി സത്യമല്ല എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ഷാൻ തന്നെ പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിന്റെ പിന്നാലെ ഇൻഫോ പാർക്ക് പോലീസിൽ ഷാൻ ഒരു പരാതിയും നൽകിയിട്ടുണ്ട്. ആ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നുമാണ് ഷാൻ വ്യക്തമാക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.